ചേട്ടാ ഇപ്പം നടന്മാർക്കെതിരെ മാത്രമല്ല പീഡനം വരുന്നത്, റിവ്യൂവേഴ്സിനെതിരെയും പീഡന കേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ ഈ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരിറങ്ങി, കുറേ അവതാരങ്ങൾ സത്യം പറഞ്ഞാൽ മാനസിക രോഗികളാണ്. ടു ബി ഫ്രാങ്ക്, ആ എറണാകുളത്തൊരു തിയേറ്റർ ഉണ്ടല്ലോ, അത് മാനസികാരോഗ്യ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. വിനീതയോ കവിതയോ അങ്ങനെ എന്തോ തിയേറ്ററിന്റെ പേര്, എനിക്ക് അതിന്റെ എക്സാക്ട് പേര് അറിഞ്ഞുകൂടാ. ആദ്യമൊക്കെ ഇതുപോലുള്ള മാനസിക രോഗികൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു അവിടെ നിന്ന്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ അല്ല, ഒരു മാനസിക രോഗിയും കൂടെ ജനിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യത്തില് ചേട്ടൻ നോക്കി നോക്ക്, കഴിഞ്ഞ തവണ തങ്കാളൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഒരുത്തന്നെ അവിടെ വിക്രത്തിനെ പോലെ ജട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഉള്ളതായിരുന്നു തന്നെ, സ്ത്രീകളുടെ മുമ്പിൽ ജട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ അടി കൊടുത്ത് ഒട്ടിക്കത്തില്ലായിരുന്നു. എറണാകുളത്ത് മൊത്തം യുവമാരാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓരോ ദിവസം ഇവിടെ പോരാത്തതിന് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നമ്മുടെ ഏരീസ് ഫ്ലെക്സിൽ ഇവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല. അവിടെയൊക്കെ സെക്യൂരിറ്റി സ്ട്രോങ് ആണ്. ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അകത്ത് ഇൻഫ്രാറെഡ് ക്യാമറകൾ വരെ ഉണ്ട്. ഇപ്പോൾ സ്കൂള് വെട്ടിച്ച് ഒരു കുട്ടി അകത്ത് വന്ന് കയറിയാൽ പോലും അവർക്കറിയാൻ പറ്റും. ഞാൻ ഏരീസ് ഫ്ലെക്സിനകത്ത് സിനിമ കാണാൻ കയറിയപ്പോൾ സെക്യൂരിറ്റി വന്ന് ഒരുത്തനെ അവർക്ക് മോനെ ഒന്ന് പുറത്തിറങ്ങി അങ്ങനെ ഒന്നുമില്ല, തൂക്കി എടുത്തുകൊണ്ട് അങ്ങ് പോവുക. നാട്ടുകാരൊക്കെ അന്തം വിട്ട് നോക്കുക എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഏരീസ് ഫ്ലെക്സ് ഒക്കെ നല്ല കരുത്തുള്ള സെക്യൂരിറ്റികളാണ്. സെക്യൂരിറ്റികളെ കൈയൊക്കെ കാണണം, കാരിരുമ്പോലെ ഇരിക്കും, പഴയ എക്സ് മിലിറ്ററി ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. ഇടിയും കൊടുക്കും. അപ്പോൾ അവിടെ ഈ വിളച്ചിലൊന്നും നടക്കില്ല, മാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ കെട്ടി നേരെ അങ്ങോട്ട് എറണാകുളത്തെ ഈ തിയേറ്ററിലോട്ട് പോവുകയാണ്. ഈ തിയേറ്ററിൽ പോയി അവിടെ നിന്ന് റിവ്യൂ പറയുകയാണ്. ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരു ആക്സിഡൻ്റലി ഒരു റിവ്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ റിവ്യൂ പറഞ്ഞ് പിന്നീട് അയാൾക്ക് നിത്യാമേനോനെ വിവാഹം കഴിക്കണം, പിന്നീട് കണ്ണി കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും വിവാഹം കഴിക്കണം, എല്ലാ പെണ്ണുങ്ങളോടും അയാൾക്ക് സ്നേഹമാണ്. സ്നേഹം പിന്നെ അശ്ലീലമായിട്ടുള്ള സംസാരങ്ങളായി, ബോഡി ഷെയ്മിംഗ് ആയി, നടിമാരുടെ അവയവങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളായി, അവസാനം രാത്രിയായി കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ എന്താണ് പറയാ, ഇയാൾ വിവാഹിതനല്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് വലിയ താല്പര്യം, സംസാരിക്കാനൊന്നും ആരുമില്ലല്ലോ, ലോൺലിനെസ്സിന്റെ പ്രശ്നം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇയാൾക്ക് എവിടെന്നെങ്കിലും അറ്റൻഷൻ സീക്ക് ചെയ്യണം എന്നുള്ളൊരു അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഫേസ്ബുക്കിൽ 10 തെറിയേക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യും. ഹണി റോസ് സെക്സിയാണ്, മറ്റേ മീനെ ഭർത്താവില്ലെങ്കിലും കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ്, മീനയുടെ മകളുള്ളത് എനിക്ക് പ്രശ്നമല്ല. യവനാരാ മീന അവിടെ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് അടിയാണ്. യവനാരാ പോരാത്തതിന് മോഹൻലാലിൻ്റെ പെണ്ണുപിടിയനാണ്. സുചിത്ര എങ്ങനെയാണ് മോഹൻലാലിൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് അറിയില്ല. പോലീസ് വിളിച്ചു, അല്ല കൊടുത്തു, പെരുക്കി. ഇനി ഒരു മേലാൽ നീ ഏതെങ്കിലും സ്ത്രീകളുടെ പുറകെ ഇതുപോലെ നടന്നാൽ നിന്റെ വായിൽ കർപ്പൂരം വെച്ച് കത്തിക്കുമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു. പോലീസ് എഴുതി മേടിച്ചു. കഴിഞ്ഞ ദിവസം ചിരിക്കാതിരിക്കാൻ മാർഗമില്ല. ഇത് പറഞ്ഞോണ്ട് ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ കത്തിനിക്കുവാന്നല്ലോ. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന പോലെ വാർത്തകൾ മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരെയും പറ്റിയും വരുവാണല്ലോ. എനിക്കറിയാം മോഹൻലാൽ ആരുടെ കൂടെ കിടക്കുന്നത് എനിക്കറിയാം. എൻ്റെ മൊത്തം സാധനം ഇരിപ്പുണ്ട്. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയും ചെയ്യിക്കരുത്. പിന്നെ ഞാൻ മോഹൻലാലിൻ്റെ ഒരു ചെറിയ ആരാധനായതുകൊണ്ട് അല്ലെ കിടപ്രവേശം മൊത്തം ഞാനിപ്പോൾ എടുത്ത് വിടും. പിന്നെ വെല്ലു വിളിച്ചാൽ ഞാനിപ്പോൾ മൊത്തം എടുത്ത് അടിസ്ഥാനപരമായിട്ട് പേടിത്തൊണ്ടനാണ് എല്ലാവരും. ഇവന്മാരെല്ലാം ഉണ്ടല്ലോ അടിസ്ഥാനപരമായിട്ട് പേടിത്തൊണ്ടനാണ്. ഇയാൾക്കും അടി കിട്ടിയിട്ടുണ്ട് ഫാൻസിന്റെ കയ്യിൽ നിന്ന്. പിന്നെ വേറെ ഒരുത്തനുണ്ട്, ഇയാളുടെ പാത പിന്തുടർന്ന് വന്ന് ഇയാൾ ആറാട്ടണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അവന്റെ പേര് പ്രസംഗമണ്ണൻ. അവൻ തന്നെ വന്ന് പ്രസംഗം അണ്ണൻ. എന്താണെന്ന് എനിക്കറിയാം. വേറൊരുത്തനുണ്ട് ജയിലർ അണ്ണൻ, തുപ്പലണ്ണൻ, തോട്ടി അണ്ണൻ. ഇതൊക്കെ ഇവന്മാര് തന്നെ ഇടുന്ന പേരാ. ഇവന്മാർ എന്തെങ്കിലുമൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ പറയും. ഇയാൾ ആറാട്ട് റിവ്യൂ ചെയ്ത് വന്നത് കൊണ്ട് ആറാട്ടണ്ണൻ, ആദ്യത്തെ സിനിമ. ജയിലർ റിവ്യൂവിലൂടെ ഫേമസ് ആയ ആള് ജയിലർ അണ്ണൻ എന്നൊക്കെ പറഞ്ഞ് വരും. ഇപ്പോൾ യുവമാർക്കൊന്നും ഒരു പണിയില്ല ഈശ്വര എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞൊരു ഇവന്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് യുവമാര് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ട്രാൻസ്ജെൻഡറിനെ, വേറെ അവനെ ഒരുത്തനും കൂടെ ഉണ്ട്, അവന്റെ പേര് ഞാൻ വിട്ടുപോയി, ചെറിയൊരു ഫിലിം, ടെലിഫിലിം അങ്ങനെ എന്തോ എടുത്ത് ഒരുത്തന്നെ അതുകൂടെ പറയേണ്ടതാണ്. എങ്കിലും യുവമാര് 2-3 പേരും കൂടെ ചേർന്ന് ഒരു ട്രാൻസ്ജെൻഡറിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ഒരു ട്രാൻസ്ജെൻഡറിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ്. ഇപ്പം നമ്മൾ ഈ പഴയ അമ്മൂമ്മമാര് പറയും, നിനക്കൊക്കെ അത്രയ്ക്ക് ഇതാണെങ്കിൽ വല്ല മുള്ളുമുരിക്കിലും പോയി കയറടാന്ന് പറയുമല്ലോ. യവന്മാർ അതുപോലെ ഒരു ട്രാൻസ്ജെൻഡറിനെ യവന്മാർക്ക് ആരെ കിട്ടിയാലും മതി എന്നുള്ള രീതിയാണ്. സ്ത്രീ തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഈ ധനുഷ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം, നമ്മൾ എല്ലാം നമുക്ക് ട്രാൻസ്ജെൻഡറിനൊക്കെ കേൾക്കുമ്പോൾ ഒരു ചിരിയും കളിയാക്കലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവജ്ഞയോടുകൂടി കാണുന്ന ഒരാൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അവജ്ഞയോടുകൂടി കാണുന്ന ആൾക്കാരല്ല. എനിക്ക് അവരോട് കാരണം നല്ല ട്രാൻസ്ജെൻഡറുകളുണ്ട്. അല്ല, ഞാൻ പറയുക ഇവർക്ക് ഈ ജന്മനാ വരുന്ന ഒരു വൈകല്യമാണ്. ഇവർ പറയുന്ന ഈ ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരുന്നതാണ്. അത് നമുക്ക് വന്നാലും പറ്റും.
ഈ വൈകല്യത്തിനകത്ത് ഇവർക്ക് ഈ ചില ചേഷ്ടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എവിടെ കൊണ്ട് നിർത്തിയാലും അവൻ ആ ചേഷ്ട കാണിക്കും. അതുകൊണ്ട് ഇവർക്ക് എങ്ങും ജോലി കിട്ടത്തില്ല. കടകളിൽ കൊണ്ട് നിർത്തിയാൽ ഇവരുടെ സ്വഭാവം വെച്ചിട്ട് അപ്പം അവരുടെ കുട്ടികളെ നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഇവർ നിൽക്കുന്ന കടയാണെങ്കിൽ ഈ മുതലാളിക്ക് പോലും മുതലാളിയെ തെറ്റിദ്ധാരണയോടുകൂടി നോക്കും. അപ്പം ഇവർക്ക് വ്യഭിചാരം മാത്രമേ ഉള്ളൂ മിക്കവാറും. അങ്ങനെയാണ് സമൂഹം വിചാരിച്ചു. അല്ലല്ല, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഇതേ ഉള്ളൂ. അപ്പൊ ഇതേ സമൂഹം അവരുടെ പുറകെ പോകും, അവരുടെ ശരീരം പുറകെ പോകും. അതാണ് സമൂഹത്തിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. ആ പാവം പിടിച്ചവനെ അവൻ വല്ലതും കൊടുത്താൽ ചിലപ്പോൾ അവന്റെ കൂടെ പോവനെ കെട്ടിയിട്ട് പീഡിപ്പിക്കേണ്ട ഇവനൊക്കെ എന്തൊരു അലൻ ജോസ് പെരേര ഇവനെ കണ്ടുണ്ടോ? ഇവന്റെ സംസാരമൊക്കെ കേട്ട് ഇവന്റെ പൊട്ടനാണ്. ഇപ്പൊ അഭിനയിക്കുമായിരിക്കും. അഭിനയിക്കുമായിരിക്കും, പൊട്ടൻ കളിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അവൻ ജന്മന അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനോട് ഭയങ്കര രസകരമായിട്ട് സംഭവം. ഇവനോട് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സാണ്? എനിക്ക് 24 വയസ്സ്. നീ പണിക്കൊന്നും പോകുന്നില്ലേ? ഞാൻ എന്തിനാ പണിക്ക് പോകുന്നത്? എൻ്റെ അച്ഛൻ കാർപ്പൻ്ററാണ്, അമ്മ ഇന്ന ജോലിയുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഞാൻ പണിക്ക് പോയി എൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കൈ ഹാർഡാക്കാനോ ശരീരം ഒടിക്കാനോ തിരിക്കാനോ റെഡിയല്ല. അടി കൊടുക്കണ്ടേ? അവരും ഇപ്പോൾ ഫേമസ്. ഇവരെന്താണ്ട് പണിയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഇവൻ പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഏതാണ്ട് പൊട്ട സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അപ്പം യുവമാർക്ക് ഈ പൊട്ടത്തരം മാർക്കറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഈ ആറാട്ടൻ എന്ന് പറയുന്നവനും ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്നവനും യുവമാരുടെ പൊട്ടത്തരം മാർക്കറ്റ് ആവും, റീച്ച് ആവുന്നതിൻ്റെ അനുസരിച്ച് ഈ പൈസ കിട്ടുന്നുണ്ട്. അല്ല ഇത് ഈ പൊട്ടത്തരം കണ്ടിട്ട് ചിരിക്കാൻ വേണ്ടി ആൾക്കാർ കാണുന്നുണ്ട്. ആ യഥാർത്ഥത്തിലുള്ള മുഖം, നമ്മൾ മുമ്പേ ഒരു കാര്യം പറഞ്ഞ പോലെ അല്ലെന്നുള്ളതാണല്ലോ തെളിവ്. ആറാട്ടനും പൊട്ടനാണെങ്കിലും ഈ അലൻ ജോസ് പെരേര പൊട്ടനാണെങ്കിലും ഇപ്പോൾ സീരിയൽ എടുത്തോ പൊട്ടനാണെങ്കിലും ഇവന്മാർ മൂന്നും കൂടെ ഒരു ട്രാൻസ്ജെൻഡർ വീക്ക്നെസ് ആണ്. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പുറകെ പോകുന്ന വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വീക്ക്നെസ്സാണ്. സാധാരണ ഒരു പുരുഷൻ സ്ത്രീകളുടെ പുറകെ പോകാറ്, അല്ലെ സ്ത്രീ പുരുഷൻ്റെ പുറകെ പോകും. പുരുഷൻ പുരുഷൻ്റെ കൂടെ പോവുകയും സ്ത്രീയുടെ കൂടെ പോവുകയൊക്കെ ചെയ്യുന്നവർക്ക് വേറെ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ അവർക്ക് വേറെ പേരുകളൊക്കെ. അപ്പോൾ ഇവന്മാർ ഈ രതി വൈകൃതം കാണിക്കണമെങ്കിൽ ഇവന്മാർ സാധാരണ പൊട്ടനും മറ്റൊന്നുമല്ല, ഒന്നുകിൽ രോഗികളാണ്, അല്ലെങ്കിൽ ഇവന്മാർ പൊട്ടം കളിച്ച് പൈസ ഉണ്ടാക്കുകയും ആൾക്കാരെ പൊട്ടരാക്കുകയും പാവം പിടിച്ചവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഏത് പേര് വേണേലും ഇട്ട് വിളിക്കാം. പൊട്ടനല്ല, പൊട്ടൻ നമ്മൾ പൊട്ടൻ. ഇവനെ പൊട്ടനാണെന്ന് ധരിക്കുന്നത് നമ്മൾ പൊട്ടൻ. ഇവന്മാർ പൊട്ടനും ഒന്നുമല്ല. ഇവന്മാർ ഇത് വെച്ചിട്ട് ആൾക്കാരെ പൊട്ടം കളിപ്പിച്ച് കാശ് ഉണ്ടാക്കി അവന്മാരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള രീതി. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ പാവത്തുങ്ങളെ ഉപദ്രവിക്കുന്ന രീതി, അതായത് ജീവിതം സാധാരണക്കാരൻ്റെ ഇതുപോലെ പാവത്തുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പൈസയും ഈ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അല്ല, യവന്മാരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പോലീസ് ചെയ്യുന്ന ഒരു സാമൂഹിക സേവനം കൂടി. പിന്നെ സാമൂഹിക സേവനം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക അല്ലേ? വലിയ അപ്പൊ ശരിയല്ലേ? എന്തൊരു അതെ 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 അതെ. പക്ഷെ നമ്മൾ യവന്മാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പീസേ കാണുള്ളൂ. അങ്ങനെയല്ല, തിയേറ്ററിൽ നിന്ന് അങ്ങനെ അങ്ങനെയല്ല. യവന്മാര് ഓരോ തിയേറ്ററിൽ ഓരോരോ വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ ഈ വലിയ വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടങ്ങളാണ് ഇവന്മാര് റിവ്യൂ ചെയ്യാനായിട്ട് വരുന്നത്. വലിയ വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടങ്ങൾക്ക് വന്നാൽ മാത്രമേ ഇവർ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്ന് ഇവർക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആടുജീവിതം, പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ടർബോ, മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ ആ സിനിമ. ഇനി അടുത്ത സിനിമ ഇവർ റിവ്യൂ ചെയ്യാൻ വരാനായിട്ട് ഞാൻ കരുതുന്നത് ഇപ്പോൾ സെപ്റ്റംബർ 5-ാം തീയതി വിജയ് അഭിനയിക്കുന്ന ദ ഗോട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. അത് വലിയ തിയേറ്റർ റിലീസാണ്. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ വന്ന് എന്ത് കോപ്രായത്തരം കാണിച്ചാൽ വേണമെങ്കിൽ തുണി ഊരി കാണിക്കും. സീരിയസ്ലി തുണി ഊരി കാണിക്കും. അങ്ങനെ വരെ കാണിച്ചു കളയും. അങ്ങനെയൊക്കെ വന്ന് റിവ്യൂ ചെയ്തിട്ട് പോകുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ കേട്ടോ, ആ തിയേറ്റർ ഉടമകൾ ഇതിനെതിരെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കൊണ്ടുവരണം. അല്ലാതെ ഒരു വഴിയില്ല. ഇതിന് സമൂഹത്തിനെ വലിയ രീതിയിൽ വഴിതെറ്റിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഈ അലൻ ജോസ് പെരേരയുടെ പേരില്ലേ കഴിഞ്ഞ ഒരു ഇവനെതിരെ വേറൊരു എന്നിട്ട് അവനടുത്ത് ആ പീഡന കേസിനെ പറ്റി ചോദിച്ചപ്പോൾ അവനെ എന്റെ പൊട്ടം പോലെ, എനിക്കറിയത്തില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊരു ഉമ്മ എങ്ങാണ്ട് കൂടുതലേ ഉള്ളത്, തെറ്റാണോ മറ്റാണോ മറിച്ച് എന്താ ഇവനെ കിട്ടിയത് രണ്ടെണ്ണം ഏൽപ്പിക്കുക. അതെ അതെ, ഞാനൊരു ഉമ്മ കൊടുത്തതാണ് മറ്റേതാണ്, അതും ഒരു അമ്മച്ചിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാണ് അവരാണ് കൊണ്ടുപോയി പരാതി കൊടുത്തത്. ആ സമയത്ത് ഇവൻ കരഞ്ഞ് നിലവിളിച്ച് രംഗത്തെത്തി. അതുവരെ ഇവന്റെ കൂടെ നിന്നിരുന്ന ആറാട്ടണ്ണൻ ചിരിച്ച് ആശ്വസിപ്പിച്ച ആറാട്ടണ്ണൻ വീട്ടിൽ പോയിട്ട് അയാളുടെ റീച്ചിന് വേണ്ടി കുറച്ച് നേരമായുള്ളൂ റീച്ചിന് വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് അയാൾ ലൈവ്. അലൻ ജോസ് പെരേര നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഏറ്റവും തന്തയ്ക്ക് പുറമെ ആരാ ഈ അലൻ ജോസ് പെരേര. അവന്റെ തന്ത ഞാൻ കണ്ടായിരുന്നു. ഇതിനപ്പുറം ഇവന്റെ തന്ത തന്നെ, ഇത് തന്നെ തൊഴിലും ഇത് തന്നെ ഇതും അതേ സ്വഭാവം, അതേ വേഷം, അതേ വർത്തമാനം എല്ലാം.
അവൻ അല്ല അവനെ കുറ്റം പറയാനൊക്കത്തില്ല. ശരിയാണ്. തന്തയ്ക്ക് പറഞ്ഞു അയാളുടെ അതേ മാനറിസവും അതേ കാര്യങ്ങളും അതെ. ആ സംസാരവും എല്ലാം അത് തന്നെയാണ് പുള്ളിക്കാരൻ. ശരിയാ അതെ 100%. അത് വളരെ ഗംഭീരമായിട്ടുള്ള നിരീക്ഷണമായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അങ്ങനെ ആ സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ കുറിച്ച് പരാതി പറയുക. അതുവരെ ഇവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആറാട്ടെണ്ണം വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ഉടനെ അയാളുടെ റീച്ചിന് വേണ്ടി അയാൾ തിരിച്ചു പറയണം, അലൻ ജോസ് ഇങ്ങനെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഓറൽ സെക്സ് ചെയ്യിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അത് യവന്മാർക്ക് ഇനി ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിട്ട് യവന്മാർ കള്ളത്തരം പറയുകയാണോ? ചില കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് ക്രിമിനൽസ് ആണെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യത്തോട് കൂടി ഇവൻ ക്രിമിനൽസാ. ഇപ്പം ഇവന് താല്പര്യമുള്ള ഈ പറയുന്ന പലരും ട്രാൻസ്ജെൻഡർമാരെ പുറകെ പോകുന്നത്. പക്ഷെ അതിനെയും ക്രൂര വിരോധത്തിന് ഉപയോഗിക്കാന്ന് പറഞ്ഞാലേ ഒരു പക്ഷേ റോഡിൽ നിന്ന് കാണും, വീട്ടിൽ വിളിച്ചോണ്ട് വന്നതാണ്, പൈസ കിട്ടുമെന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വിശക്കുമ്പോൾ ഭക്ഷണം വേണ്ടേ? ആരും എത്ര ദിവസം മേടിച്ചു കൊടുക്കും? എത്ര പേർക്ക് നന്മയുള്ളവരുണ്ട്? മാത്രമല്ല ഇവരെ കാണുമ്പോൾ ആൾക്കാർ ഈ വിവരമില്ലാത്ത ആൾക്കാരുണ്ട്. ഇവരുടെ കുഴപ്പം കൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത്, ട്രാൻസ്ജെൻഡറാണ്, ഇവരുടെ ആ ഹോർമോൺ ചേഞ്ച് കൊണ്ടാന്ന് പറയത്തില്ല, അതുപോലും കൊടുക്കത്തില്ല. ഭിക്ഷക്കാരൻ വന്നാൽ പിന്നെയും ഭക്ഷണം കൊടുക്കും, ഇതുങ്ങൾ വന്നാൽ അതുപോലും കൊടുക്കത്തില്ല. നമ്മൾ അപ്പോൾ ആ രീതിയിൽ ഭക്ഷണം കഴിക്കണ്ടേ? വിശന്നാ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അറിയാമല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അതിനെ വിളിച്ചോണ്ട് വന്നിട്ട് അതിനെ പീഡിപ്പിക്കുക. അതിന് പൈസ കൊടുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പൊ ഇവന്മാരെ പൈസ കൊടുക്കാതെ ചെയ്യുന്നതാണോ? ഇവന്മാരെ ഉണ്ടല്ലോ, ഇവന്മാരെ പൊട്ടനും ഭ്രാന്തനും ഒന്നുമില്ല, അടിക്കും അവന്റെ മറ്റേ എന്തായാലും പോലീസ് അത് ചെയ്യുമെന്ന് ഉറപ്പടിഞ്ഞു കിട്ടും. പ്രതീക്ഷയോടെ പോലീസിനെ നമുക്ക് വളരെ ചില കാര്യത്തിനകത്ത് ചില കുറച്ച് പോലീസുകാർ കുഴപ്പങ്ങൾ കാണിക്കുന്നില്ല. പോലീസൊക്കെ വളരെ കൃത്യമായിട്ട് പണി ചെയ്യും. ചില കാര്യത്തിൽ നമ്മൾ അവരെ അംഗീകരിച്ചു പോകും. യുവമാരെ കിട്ടിയ അവർ കൈകാര്യം ചെയ്യും, കൈകാര്യം ചെയ്യണം.